നമസ്കാരം. കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്തടുത്ത് വരികയാണ്. സാധാരണഗതിയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിക്ഷേപങ്ങളും നമ്മൾ 2-3 സ്ഥലങ്ങളാണ് സാധാരണ കേൾക്കാറ്. ഒന്നുകിൽ പൂനെ, അല്ലെങ്കിൽ ഹൊസൂർ, അല്ലെങ്കിൽ ചെന്നൈ. ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു സ്ഥലത്ത് ഒരു വിദേശ നിക്ഷേപം വരികയാണ്. തൂത്തുക്കുടിയിൽ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ധനികൻ, നമ്മുടെ അംബാനി എന്നൊക്കെ പറയാവുന്നത് പോലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ സ്ഥാപനം. നേരത്തെ അവർ ഇവിടെ കാർ മാനുഫാക്ചറിങ്, ഇലക്ട്രിക് കാറുകൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയുള്ള പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രപ്പോസൽ അതല്ല. അവർ തൂത്തുക്കുടിയിൽ ഇലക്ട്രിക് ബാറ്ററികൾ നിർമ്മിക്കുവാനുള്ള കമ്പനിയാണ് അവർ തൂത്തുക്കുടിയിൽ ആലോചിക്കുന്നത്. വിൻഫാസ്റ്റിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തൂത്തുക്കുടി സന്ദർശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ധനവാനാണ് ഫാം നോട്ട് വുഓങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിച്ചസ്റ്റ് മാൻ ഇൻ വിയറ്റ്നാം എന്നാണ് പറയുന്നത്. നമ്മുടെ താല്പര്യം, സേലിംഗമിൻ്റെ താല്പര്യം, തിരുവനന്തപുരവും തൂത്തുക്കുടിയും തമ്മിലുള്ള അകലമാണ്. ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് തന്നെ 196 കിലോമീറ്ററാണ്. 200 കിലോമീറ്ററിൽ താഴെ. തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകാനുള്ള ദൂരം 592 കിലോമീറ്ററാണ്, 3 ഇരട്ടി. അപ്പോൾ തൂത്തുക്കുടിയിൽ ഒരു നിക്ഷേപം വരുന്നു എന്ന് പറയുമ്പോൾ അത് ക്രമേണ വിഴിഞ്ഞം പദ്ധതിയിലോട്ടും വിഴിഞ്ഞം പോർട്ടിലോട്ടും ആകർഷിക്കുവാൻ എളുപ്പമാണ്. നമ്മൾ ചെന്നൈ, തൂത്തുക്കുടി, ട്രിവാൻഡ്രം ബെൽറ്റാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു സ്ഥിര കേന്ദ്രമായി നമ്മൾ കാണുന്നതെങ്കിൽ, ഇപ്പോൾ തൂത്തുക്കുടിയിൽ പെട്ടെന്ന് നിക്ഷേപം വരുന്നതോടുകൂടി തൂത്തുക്കുടി ട്രിവാൻഡ്രം ബെൽറ്റിന് പ്രാധാന്യം കൈവരികയാണ്. ഒരു അന്താരാഷ്ട്ര കമ്പനി തൂത്തുക്കുടിയിൽ ഇലക്ട്രിക് ബാറ്ററിക്ക് നിക്ഷേപം നടത്തുമ്പോൾ ബാറ്ററി രംഗത്തുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് അതൊരു പ്രചോദനമാകേണ്ടതാണ്. അത് മാർക്കറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം അറിവുകൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കമ്പനികൾക്ക് കൈമാറേണ്ടതാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ജനകീയമായിരുന്നു. ഗവൺമെൻറ്റുകൾ ഇത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ ജനങ്ങളാണ് വിഴിഞ്ഞം പദ്ധതി എപ്പോഴും ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിക്ഷേപ വാർത്തകൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ധാരാളം മലയാളികളുണ്ടാവും, ഇന്ത്യക്കാരുണ്ടാവും. അവരെയൊക്കെ അറിയിക്കുക, ഇങ്ങനെ തൂത്തുക്കുടിയിൽ ഇങ്ങനെ ഒരു വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാം കമ്പനി നിക്ഷേപത്തിനൊരുങ്ങുന്നു. തൂത്തുക്കുടിയും വിഴിഞ്ഞവും തമ്മിലുള്ള അകലം 200 കിലോമീറ്ററിൽ താഴെയാണ്. ഈ ബെൽറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ? വിയറ്റ്നാമിലെ അംബാനിയെ നമുക്ക് വിഴിഞ്ഞത്തേക്കും സ്വാഗതം ചെയ്യാം. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായി അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ അനിയന്ത്രിതമായ ജനസംഖ്യ വർധനവാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത കാർഷിക പ്രതിസന്ധി നേരിട്ട ഒരു രാജ്യത്തെക്കുറിച്ചായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചത്. അത്തരമൊരു പ്രതിസന്ധി നമ്മൾ അതിജീവിച്ചു. ഇപ്പോഴത്തെ പുതിയ കാലത്തെ പ്രതിസന്ധി മാലിന്യമാണ്. ഇന്ത്യ മുഴുവൻ മാലിന്യമാണ്. എല്ലാ നഗരങ്ങളിലും മാലിന്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. ഐ ഹാവ് ബീൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വാചകമുണ്ട്. പ്രശസ്തമായ വേൾഡ് ഇസ് ഫ്ലാറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അത് പറഞ്ഞത്. ഐ ഹാവ് ബീൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലിരിക്കുന്ന സായിപ്പ് പറയുന്നത്, എൻ്റെ അമേരിക്കയിലെ ജോലി നഷ്ടപ്പെട്ടു, അത് ഇന്ത്യയിലെ ബാംഗ്ലൂരുകാർ കൊണ്ടുപോയി. അങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ബാംഗ്ലൂർ. ഇവിടെ അതേ ഇപ്പോൾ ബംഗളൂരു ആണ്. ബംഗളൂരുവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വേസ്റ്റിൻ്റെ കഥയാണ്. അതിശയിപ്പിക്കുന്ന ചില കണക്കാണ് അവിടുന്ന് വരുന്നത്. Despite an annual expenditure of around 5,000 crore on waste collection, transportation and disposal, the trash problem continues to persist. 5,000 കോടി രൂപയാണ്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മാഫിയ ലോകമാണ്. 5,000 കോടി രൂപയാണ് വേസ്റ്റ് കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ് പ്രതിവർഷം അവിടെ ചെലവഴിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അവിടെ പ്രശ്നം തീരുന്നില്ല. 400 ഏക്കർ കണ്ണായ സ്ഥലത്ത്
400 ഏക്കർ സ്ഥലം അവർക്ക് വേണമത്രേ. ബാംഗ്ലൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുകയാണ്. 400 ഏക്കർ സ്ഥലം ഈ വേസ്റ്റ് കൊണ്ടുപോയി തള്ളാൻ. എന്നിട്ട് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്യുന്നു, ഇത് മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു, വാല്യൂ അഡീഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു, വളമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അത് സംബന്ധിച്ച വരുമാനമൊന്നും ഈ പറയുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ കാണുന്നില്ല. 5000 കോടി രൂപയുടെ ചെലവ് പറയുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഈ വരുമാനമൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയല്ല, ഉപമുഖ്യമന്ത്രി, ബാംഗ്ലൂരിൻ്റെ കൂടി ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായി. എന്താണ് ആ തീരുമാനം? Out of the deliberations was the decision to establish 4 comprehensive waste treatment centers with each plant allocated 100 acres strategically positioned in 4 directions of the city. ബാംഗ്ലൂരിൻ്റെ 4 ദിശയിലും ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയയിൽ 100 ഏക്കർ വീതം കണ്ടുപിടിക്കാനും അലക്വേറ്റ് ചെയ്യാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ചു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത്. 3500 ടണ്ണാണ് അവിടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ദിവസം. നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ അത് 500-600 ടണ്ണാണ്. ഇവിടെ 3500 ടൺ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ 5000 കോടി രൂപ. ഈ 5000 കോടിയിൽ ഒരു 500 കോടി എടുത്ത് ഒരു മെത്തനോൾ പ്ലാന്റ് ഉണ്ടാക്കിയാൽ പോരെ? ആരാണ് ഇവരെ ഉപദേശിക്കുക? നമുക്ക് ഉപദേശിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ബാംഗ്ലൂരിലിരിക്കുന്നവരും കർണാടകയിലിരിക്കുന്നവരും ഒക്കെ വലിയ വിദ്യാഭ്യാസവും അറിവും ടെക്നോളജിയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. അതുപോലെ എത്രയോ കോളേജുകൾ, എത്രയോ സർവകലാശാലകൾ. എന്താണ് ഇങ്ങനെ 5000 കോടിയെടുത്ത് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആരും അത് തിരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് എന്താണ്? അത്ഭുതപ്പെടുത്തുകയാണ്, ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. കർണാടകയുടെ 5000 കോടി രൂപയുടെ വേസ്റ്റ് ഡിസ്പോസൽ മാർഗങ്ങളെക്കുറിച്ച്. ഇവിടെ മെത്തനോളിൻ്റെ കാര്യത്തിൽ ഓരോ നഗരത്തിലും ഇത് സ്ഥാപിക്കാം, ഓരോ സംസ്ഥാനത്തും ഇത് സ്ഥാപിക്കാം എന്നുള്ള പൊതുവായ നയം രൂപപ്പെടേണ്ട സമയം അതിക്രമിച്ചു. ഈ റെക്കോർഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു സെയിലിംഗ് കഴിഞ്ഞ്, കപ്പലിൽ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹത്തോട് ഇവിടുത്തെ സെയിലിംഗ് കമ്പനിയുടെയും മറ്റും മെത്തനോൾ കഥകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചൈനയിലൊക്കെ വലിയ വലിയ ഒരു സംവാദമായിരിക്കുന്നു, വലിയ വിഷയമാണ് മെത്തനോൾ. അവരെല്ലാവരും വളരെ ആവേശത്തോടെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ നാവികൻ പ്രതികരിച്ചത്. ഇവിടെ അത്തരം ആവേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ ഒന്ന് തിരിഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക. 123 ദിവസത്തെ സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നലെ 5 വെസലുകളാണ്, കണ്ടെയ്നർ വെസലുകളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. APL ചാൾസ്റ്റൺ, കോട്ട ചെമ്പക, OCL ഹാംബർഗ്, SM കാവേരി, YM മൊബിലിറ്റി. നമ്മുടെ ഷെൻഹുവ 2 ദിവസത്തിനുള്ളിൽ ക്രെയിനുകൾ ഇറക്കി തിരിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.